ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോങ് ട്രിപ്പ് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എൻ്റെ വേക്കിൽ കിടക്കുന്ന ഈ മുതൽ തിരുവല്ല എത്തിച്ചു കൊടുക്കണം. തിരുവല്ലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കയ്യിൽ ഇവ മുതലിനെ ഏൽപ്പിച്ചത്. തിരുവല്ല എത്തിച്ചു കൊടുത്താൽ മതി. അപ്പം നേരെ തിരുവല്ലയ്ക്ക്. പോകുന്ന വഴിയിൽ കൽപ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് കയറാൻ തീരുമാനിച്ചു. സമയം 6:15 ഇവിടെ എത്തി. 5:30 നട തുറക്കുന്നതാണ് ഇവിടുത്തെ സ്വാമി പറഞ്ഞത്. രാവിലെ 5:30 ടൈം. അങ്ങനെ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ടൊരു മൂർത്തിയാണ് അയ്യപ്പസ്വാമി. ഇത്രയും നാളും എന്നെ മുമ്പോട്ട് നയിച്ചതും അയ്യപ്പസ്വാമി തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയ ശേഷം എടുത്തൊരു ഫോട്ടോയാണത്. കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തു സ്വാമിയുടെ കൂടെ. വീണ്ടും ഇവിടുന്ന് യാത്രയായി. അങ്ങനെ ചുണ്ട ടൗണിലെത്തി. ചുണ്ടയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. ചായയും ഉഴുന്നുവടയും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. കരിന്തണ്ടൻ്റെ സ്വന്തം നാടാണ് വയനാട്. അങ്ങനെ വയനാട് ഗേറ്റിൽ നിന്ന് 2 ദിവസത്തേക്ക് വേണ്ടി ചുരം ഇറങ്ങുവാണ് ഞാൻ. നേർച്ച ഇട്ടു. ഇത് നമ്മളെ വയനാട് ഗേറ്റിലെ ഒരു ദേവീക്ഷേത്രമാണ്. ചുരത്തിലെ ആദ്യത്തെ കാഴ്ചയാണത്. ഇവിടെ നേരെ ഹൈവേ എത്തി. കോഴിക്കോട് ഹൈവേ ആണ്. ടോൾ ബൂത്താണ്. ടോൾ ബൂത്ത് ടോളും കടന്ന് ഞാൻ മുമ്പോട്ട് നീങ്ങി. അങ്ങനെ ചാവക്കാട് പാലിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഫുഡ് കഴിക്കാൻ കയറി തന്നെ ഉച്ച സമയമായി. ഇന്നത്തെ ഭക്ഷണം പൊറോട്ടയും മുട്ടക്കറിയുമാണ് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയം നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചാവക്കാട് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നീങ്ങിയ ശേഷം ഈ സ്ഥലം പാലിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ദേവാലയം 400ഓളം കൊല്ലം പഴക്കമുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. പള്ളിമുറ്റത്തേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് പള്ളീൻ്റെ ഉള്ളിൽ കുർബാന നടന്നുകൊണ്ടിരിക്കും. ഇവിടുന്ന് പുറത്തേക്ക് നടന്നിറങ്ങാണ്. ഇനി നേരെ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങുകയാണ്. നോക്കൂ, ഈ സ്ഥലം നിങ്ങൾ നോക്കൂ. ഈ സ്ഥലം ഒരുപാട് തവണ ചിന്തിച്ച മനസ്സിൽ ഇവിടെ വരണം, ഈ മണ്ണിൽ കാലുകുത്തണം എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചതാ. അങ്ങനെയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് മുമ്പിലൂടെ റോഡുണ്ട്.
ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റി, ഇറങ്ങാൻ പറ്റി, ഭഗവാനെ നിന്ന് തൊഴാൻ പറ്റി. ഉള്ളിലൊന്നും കയറിയില്ല, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ സമയം കിട്ടിയില്ല. പുറമേ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അമ്പലം, ക്ഷേത്രമുറ്റം എന്ന് പറഞ്ഞ റോഡാണ്. ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഓരോ ദേവന്മാരെ കൊണ്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് മതിലുകൾ. അതുപോലെ തന്നെ എന്താ, പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിലൂടെ കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഇറങ്ങി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് നമ്മളെ പെരുമ്പാവൂർ ടൗണാണ്. പെരുമ്പാവൂർ ടൗണിൽ പാസ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ട ഒരു ക്ഷേത്രമാണിത്, ശിവക്ഷേത്രം. അങ്ങനത്തെ ആ പെരുമ്പാവൂർ വിട്ടുകാരനെ ഒരു ചായപ്പീടി കിട്ടി. ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഏകദേശം 2-2:30-3 മണിയോടുകൂടിയായി. മൂവാറ്റുപുഴ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്നും വീണ്ടും വിട്ടുപോയ ശേഷം ഇവിടെ ഒരു ഹൈ റേഞ്ച് പോലത്തെ സ്ഥലമെത്തി. അവിടെ ഒരു കയറ്റത്ത് കണ്ട ഒരു പള്ളിയാണത്. ഒരുപാട് സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള ഒരു പള്ളി. തിരുവല്ല ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിൽ വണ്ടി കൊടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. വണ്ടി കൊടുത്തതിന് ശേഷം ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ പല വെറൈറ്റി ചായകളുണ്ട്. ഏലച്ചായ, മസാല ചായ. അതിൽ മസാല ചായ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കിട്ടിയില്ല. കാട്ടാക്കടയ്ക്ക് വണ്ടി ഉണ്ടായിരുന്നു. ചാടി പിടിച്ച് അതിൽ കയറി കാട്ടാക്കടയ്ക്ക് ടിക്കറ്റ് എടുത്തു. ആറ് 10 പത്തനാപുരം സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് വീണ്ടും യാത്രയായി. തിരുവനന്തപുരത്തേക്കല്ല, കാട്ടാക്കടയ്ക്കാണ്. ഏകദേശം 2.5 മണിക്കൂർ യാത്ര എന്നാണ് പറഞ്ഞത്. കിളിമാനൂർ KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിലെ ഓട്ടോ സ്റ്റാൻഡും ഒക്കെ കൂടി ചേർന്നൊരു സ്ഥലമാണ്. ഏതോ ക്ഷേത്രത്തിൻ്റെ താലപ്പൊലി പോകുന്നുണ്ട്. ചെണ്ടമേളങ്ങളും കൈകൊട്ടിക്കളികളും ഒക്കെ ആയി ഒരു താലം. റോഡ് നിറയെ ആളാണ്. അതും കണ്ട് വീണ്ടും നീങ്ങി. അങ്ങനെ കാട്ടാക്കട KSRTC സ്റ്റാൻഡിൽ കയറി. എൻ്റെ അളിയൻ സജു കൂട്ടാൻ വന്നു. നേരെ ഇനി വീട്ടിലേക്കാണ്. എൻ്റെ അനിയത്തി വാതിൽ തുറന്ന് വരുമായിരിക്കും വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ. നോക്കാം നമുക്ക്. വന്നിട്ടാ